ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നേരത്തെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ ചെറിയൊരു ഉരുളക്കിഴങ്ങും കുറച്ച് അത്യാവശ്യം സൈസുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കണം. പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാനിത് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല തിന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക, കാരണം നമ്മൾ ഇനി ഫ്രൈ ചെയ്യുമ്പോൾ മാത്രമേ ഇത് വേവിക്കുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു സവോളയാണ്. ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ 3-4 കിഴങ്ങൊക്കെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു 2 ഉള്ളിയൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിനകത്തോട്ട് ഒരു ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയൊരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കരിവേപ്പില ചേർക്കുന്നുണ്ട്. ചെറിയൊരു പിടി കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ കരിവേപ്പില മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലോട്ട് വേണ്ടത് മുളക് പൊടിയാണ്. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുളക് കട്ട് ചെയ്തിട്ട് നമ്മൾ ഉള്ളിവടയിലൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൈവച്ച് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെള്ളം ഊറ്റിയിട്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കൈ വെച്ച് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു സമയത്ത് ഉപ്പും മുളകൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടോയെന്ന് നോക്കുക. ഇനി ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് മൈദപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉരുളക്കിഴങ്ങിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളയണമെന്ന് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഈ പൊടി ഇട്ടിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 3-4 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ടുള്ള ഒരു പരുവത്ത് കിട്ടും. അതിലേറെ ചേർക്കരുത്, അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇതാ നമ്മൾ പൊക്കവടക്കും ഉള്ളിവടക്കൊക്കെ ചെയ്യുന്ന ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് നിങ്ങളുടെ മാവ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളിതിൽ മൈദപ്പൊടിയാണ് കൂട്ടി കൊടുക്കേണ്ടത്, അല്ലാണ്ട് അരിപ്പൊടി കൂട്ടി കൊടുക്കരുത്. അരിപ്പൊടി കൂട്ടിക്കഴിഞ്ഞാൽ ഓവർ ക്രിസ്പി ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഞാൻ ഇവിടെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഉള്ളിവടയൊക്കെ ചെയ്ത പോലെ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുന്നതാണ്. പിന്നെ അധികം കുക്കിംഗ് സമയമൊന്നും വേണ്ട, കാരണം നമ്മൾ മൈദയും അരിപ്പൊടിയൊന്നും കൂടുതൽ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കളർ ചേഞ്ച് ആവാനും ക്രിസ്പി ആവാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതാ ഏകദേശം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. മുളക് പൊടി കൂടി പോവാണ്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാടങ്ങ് കളർ മാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുകയൊന്നും വേണ്ട, ഒന്നങ്ങ് ഫ്രൈ ആയി കിട്ടിയാൽ മതി. എന്നാലും പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തീ കൂട്ടിയിട്ടിട്ട് വേണം നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് തീ കുറച്ച് വെക്കരുത് കേട്ടോ, അങ്ങനെ ആവുന്ന സമയത്തും എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അധികം ഓയിലൊന്നും കുടിക്കാത്ത നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത് മുഴുവനും റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.